ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 32 6 ശ്ലോകങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി 7ാമത്തെ ശ്ലോകം. പ്രളയമായി ഭൂമിദേവി ഭഗവാന്റെ ആജ്ഞപ്രകാരം സപ്തർഷിമാരുടെയും രാജാവായ സത്യവ്രതൻ്റെയും മുന്നിൽ ഒരു തോണിയായി പ്രത്യക്ഷപ്പെട്ടു. ഇവരൊക്കെ വളരെ സമാധാനമായിട്ട് ആ തോണിയിൽ കയറി. പക്ഷേ വീണ്ടും കൊടുങ്കാറ്റും വെള്ളത്തിൻ്റെ ശക്തിയും കാരണം തോണി ആടി ഒലയാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ വീണ്ടും മത്സ്യരൂപിയായി അവരുടെ രക്ഷയ്ക്കെത്തി എന്നാണ് പറഞ്ഞത്. സത്യവ്രത രാജാവിനോട് ഭഗവാൻ മത്സ്യരൂപത്തിൽ വന്ന ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 7ാമത്തെ ദിവസം പ്രളയം വരും, ഭൂമി മുഴുവനും വെള്ളത്തിൽ മുങ്ങിപ്പോകും, നിങ്ങളുടെ മുന്നിൽ വലിയ ഒരു തോണി പ്രത്യക്ഷപ്പെടും, സപ്തർഷിമാരും രാജാവും കൂടി അതിൽ കയറണം, സകല ഔഷധികളുടെയും ബീജങ്ങളൊക്കെ എടുക്കണം. ആ സമയത്ത് നിങ്ങൾക്ക് പേടിയാകാതിരിക്കാൻ ഒരു വലിയ മത്സ്യമായി ഞാൻ വീണ്ടും പ്രത്യക്ഷപ്പെടും. അപ്പോൾ വാസുകി അവിടെ എത്തും. വാസുകിയെ ഉപയോഗിച്ച് കയറാക്കിയിട്ട് എൻ്റെ ഒറ്റ കൊമ്പുണ്ടാവും, ഉയർന്നു നിൽക്കുന്ന ഒരു കൊമ്പുണ്ടാവും. ആ മത്സ്യത്തിൻ്റെ കൊമ്പിൽ ഈ തോണിയെ നിങ്ങൾ ബന്ധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഈ ശ്ലോകത്തിൽ അവരങ്ങനെ ആ തോണിയെ ആ സ്വർണ്ണവർണ്ണമായിട്ടുള്ള 1,00,000 യോജന വലിപ്പമുള്ള അതിശക്തമായിട്ടുള്ള ആ മത്സ്യത്തിൻ്റെ കൊമ്പിന്മേൽ സർപ്പരാജനായിട്ടുള്ള വാസുകിയെ കൊണ്ട് അവരിയ്ക്കുന്ന ആ തോണിയെ ബന്ധിച്ചു. ഝഷാകൃതിം യോജനലക്ഷദീർഘാം ദധാനം ഉച്ചൈസ്തരതേജസം ത്വാം നിരീക്ഷ്യ തുഷ്ടാ മുനയ ത്വദുക്ത്യ ത്വത്തുംഗശൃംഗേ തരണിം ബബന്ധു. അർത്ഥം: യോജനലക്ഷദീർഘാം ഝഷാകൃതിം. ഝഷം മത്സ്യം. മത്സ്യത്തിൻ്റെ ആകൃതി എത്ര വലിപ്പമുള്ളതാ? 1,00,000 യോജന നീളമുള്ള മത്സ്യം. അത്ര വലിയ ആ മത്സ്യത്തിൻ്റെ ആകൃതിയെ ദധാനം ധരിച്ചിട്ടുള്ളവനും ഉച്ചൈസ്തര തേജസം അതിയായ ശോഭയോടുകൂടിയവനും ആയ ത്വാം നിരീക്ഷ്യ മത്സ്യരൂപത്തിലുള്ള അങ്ങയെ കണ്ടിട്ട് പേടിയൊക്കെ പോയി. അപ്പോൾ ഭഗവാൻ വന്നൂലോ എന്ന് വിചാരിച്ച് സന്തോഷമായി. തുഷ്ട ഏറ്റവും സന്തോഷിച്ചവരായ സന്തുഷ്ടന്മാരായിട്ടുള്ള മുനയ മുനിമാരെന്ന് പറഞ്ഞാൽ സപ്തർഷിമാരും പിന്നെ രാജർഷിയായിട്ടുള്ള സത്യവ്രതനും 8 മുനിമാർ തന്നെയാണ്. അങ്ങനെയുള്ളവരെല്ലാവരും ത്വദുക്ത്യ അങ്ങയുടെ വാക്ക് അനുസരിച്ച് ത്വത് തുംഗശൃംഗേ അങ്ങയുടെ മത്സ്യരൂപിയായ അങ്ങയുടെ ഉയർന്നു നിൽക്കുന്ന ആ കൊമ്പിന്മേൽ തരണീം ആ വഞ്ചിയെ ബന്ധിച്ചു, കെട്ടിയിട്ടു. ഉജ്ജ്വലമായ ചൈതന്യത്തോടെ സ്വർണ്ണ നിറത്തിൽ കൂറ്റൻ മത്സ്യമായി, ഒറ്റ കൊമ്പുള്ള മത്സ്യമായി അവരുടെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. യോഗികളാണ് 8 പേരും. അവർക്ക് അത്യന്തം സന്തോഷമായി. ഇനി പറഞ്ഞതുപോലെ ആ ഭഗവാന്റെ കൊമ്പിൽ, മത്സ്യത്തിൻ്റെ കൊമ്പിൽ തോണിയെ ബന്ധിപ്പിക്കണം. യോഗികളായിട്ടുള്ള അവർക്ക് കൂടുതൽ ഭഗവാനോട് അടുക്കാലോ എന്നുള്ള ആ അതിയായ സന്തോഷത്തോടു കൂടി തോണിയെ അവർ മത്സ്യത്തിൻ്റെ കൊമ്പിൽ കെട്ടിയിട്ടു. ഝഷാകൃതിം യോജനലക്ഷദീർഘാം ദധാനമുച്ചൈസ്തര തേജസം ത്വാം നിരീക്ഷ്യ തുഷ്ടാ മുനയ ത്വദുക്ത്യ ത്വത് ഉത്തുംഗശൃംഗേ തരണിം ബബന്ധു. 8ാമത്തെ ശ്ലോകം കൂടി നോക്കാം. ഭൂമിദേവിയാകുന്ന ആ വലിയ തോണിയിലെ തൻ്റെ ഭക്തന്മാരായിട്ടുള്ള ഋഷിമാരെയും രാജാവിനെയും വഹിച്ചുകൊണ്ട് മത്സ്യമൂർത്തി അങ്ങനെ ചുറ്റി സഞ്ചരിച്ചു. സകല സ്ഥലങ്ങളും കാണിച്ചു കൊടുത്തു. ലോകം മുഴുവനും വിശദമായി അവർക്കൊക്കെ കാണിച്ചു കൊടുത്തു. ആ സമയത്ത് രാജാവ് ആത്മതത്വത്തെക്കുറിച്ചും ഗുരുതത്വത്തെക്കുറിച്ചും പ്രപഞ്ച സത്യത്തെക്കുറിച്ചും ഒക്കെ പല സംശയങ്ങളും ചോദിച്ചു. ഭഗവാൻ തന്നെ ഗുരുവായിട്ട്
പ്രപഞ്ചത്തിൻ്റെ സത്യം മുഴുവനും ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു. മുമ്പ് അർജുനന് യുദ്ധക്കളത്തിൽ പാർത്ഥസാരഥിയായിട്ട് ഭഗവാൻ ഗീത ഉപദേശിച്ചു കൊടുത്തില്ലേ? അതേ ജ്ഞാനം തന്നെ ഇവിടെ സത്യവ്രതനും പ്രളയജലത്തിൽ വെച്ച് മത്സ്യമൂർത്തിയായി ഉപദേശിച്ചു കൊടുക്കുകയാണ്. ശ്ലോകം നോക്കാം. ആകൃഷ്ടനൗകോ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗദ്വിഭാഗാൻ സംസ്തൂയമാനോ നിർവരേണ തേന ജ്ഞാനം പരം ച ഉപദിശന്നചാരി. അർത്ഥം: ഭഗവാനെ, അവിടുന്ന് മത്സ്യരൂപിയായിട്ട് ത്വം ആകൃഷ്ടനൗക, ആ നൗകയെ ഇങ്ങനെ വലിച്ചുകൊണ്ട് മുനിമണ്ഡലായ, എല്ലാ മുനിമാർക്കും കൂടി, സപ്തർഷിമാർക്കും രാജാവിനും കൂടിയിട്ട് വിശ്വജഗത് വിഭാഗാൻ പ്രദർശയൻ, ലോകത്തിലെ ഈ പ്രപഞ്ചത്തിലെ പല പല കാഴ്ചകളെയും കാണിച്ചു കൊടുത്തു. പ്രദർശയൻ, അതീവ ഭാഗ്യശാലികളായ അവർക്ക് ഭഗവാൻ നേരിട്ട് തൻ്റെ സൃഷ്ടിയുടെ സവിശേഷതകളെയൊക്കെ അങ്ങനെ കാണിച്ചും പറഞ്ഞും കൊടുത്തു. തേന നിർവരേണ, ആ സമയത്ത് ആ നിർവരേണ ശ്രേഷ്ഠനായ രാജാവിനാൽ സംസ്തൂയമാന, ഭഗവാൻ സ്തുതിക്കപ്പെട്ടു. ഒപ്പം തന്നെ പരം ജ്ഞാനം ഉപദിശൻ, ഏറ്റവും വലിയ ജ്ഞാനം ഏതാണോ, അറിവ്, അതിനെ ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു. ആചാരി, വീണ്ടും അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടാണ് ഈ സ്തുതിയൊക്കെ കേട്ടതും ജ്ഞാനത്തെ ഉപദേശിച്ചു കൊടുത്തതും. അടുത്ത ശ്ലോകം കൂടി നോക്കാം. 9ാമത്തെ ശ്ലോകം. പ്രളയത്തിൻ്റെ അവസാനം ഭഗവാൻ സപ്തർഷിമാരെ പൂർവ്വകൽപ്പത്തിൽ പോലെ, പ്രളയത്തിൻ്റെ മുമ്പ് എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് പറഞ്ഞയച്ചു. സത്യവ്രതനാണ് പിന്നീട് അടുത്ത മന്വന്തരത്തിൽ, നമ്മളൊക്കെയുള്ള ഈ മന്വന്തരത്തിൽ മനു ആകാൻ ഉള്ള ആൾ. വിവസ്വാൻ്റെ പുത്രനായിട്ട് വൈവസ്വത മനുവായിട്ട് വരുന്ന ഈ സത്യവ്രതന് സകല ജ്ഞാനവും ഉപദേശിച്ചു കഴിഞ്ഞുവല്ലോ എന്ന സംതൃപ്തിയോടുകൂടി ഭഗവാൻ വൈവസ്വത മനു ആക്കി നിയമിച്ചു. അതിനുശേഷം അവിടുന്ന് തൻ്റെ അവതാര ലക്ഷ്യം ആയിട്ടുള്ള വേദങ്ങളെ പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഹയഗ്രീവൻ്റെ കയ്യിൽ നിന്നും എടുത്ത് ബ്രഹ്മാവിന് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ക്രോധത്തോടു കൂടി സമുദ്ര അന്തർഭാഗത്തേക്ക് ഹയഗ്രീവനെ അന്വേഷിച്ചു കൊണ്ട് പോയി. അതാണ് 9ാമത്തെ ശ്ലോകം. കൽപ്പാവധൗ സപ്തമുനീൻ പുരോവത് പ്രസ്ഥാപ്യ സത്യവ്രതഭൂമിപം തം വൈവസ്വതാഖ്യം മനും ആദധാന ക്രോധാത് ഹയഗ്രീവം അഭിദ്രുതോ അഭൂ. അർത്ഥം: കൽപ്പ അവധൗ, പ്രളയത്തിൻ്റെ ഒടുവിൽ, അവസാനം, ത്വം, അവിടുന്ന്, സപ്തമുനീൻ, ആ സപ്തർഷിമാരെ, പുരോവത്, പണ്ടെങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ അവരവരുടെ കൃത്യങ്ങളൊക്കെ ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞ് പ്രസ്ഥാപ്യ, തിരിച്ച് പറഞ്ഞയച്ചു. തം, സത്യവ്രതം, ആ സത്യവ്രത രാജാവിനെ, ഭൂമിപം, ഭൂമി ഭരിക്കുന്നതായ ആ രാജാവിനെ, വൈവസ്വതാഖ്യം മനു, വൈവസ്വതൻ എന്നു പേരുള്ള മനുവാക്കി, ആദധാന, നിയമിച്ചു. ക്രോധാത്, പിന്നെ അങ്ങേക്ക് വേദങ്ങളെ അപഹരിച്ച കാര്യം ആലോചിച്ചപ്പോൾ വല്ലാതെ ദേഷ്യം വന്നു. ആ ക്രോധമൂർത്തിയായിട്ട് ഹയഗ്രീവം അഭിദ്രുത, സമുദ്രത്തിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുന്ന ഹയഗ്രീവൻ എന്ന അസുരനെ പിന്തുടർന്നുകൊണ്ട് അഭിദ്രുത അഭൂ, ഭഗവാനും അങ്ങനെ ആ കർമ്മത്തിൽ ഏർപ്പെട്ടു. കൽപ്പാവധൗ, പ്രളയത്തിൻ്റെ ഒടുവിൽ, സപ്തമുനീൻ പുരോവത് പ്രസ്ഥാപ്യ, സപ്തഋഷിമാരെയും പഴയതുപോലെ അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് അയച്ചു. സത്യവ്രത ഭൂമിപം തം, സത്യവ്രത രാജാവിനെ, വൈവസ്വതാഖ്യം മനും ആദധാന, വൈവസ്വതൻ എന്നു പേരുള്ള മനുവാക്കി നിയമിച്ചു. അതിനുശേഷം ക്രോധാത്, വലിയ ക്രോധത്തോടുകൂടി ഹയഗ്രീവം, ഹയഗ്രീവൻ എന്ന കള്ളനായ അസുരനെ
അഭിദ്രുതോ പിന്തുടർന്നുകൊണ്ട് അഭു ഭഗവാനും പ്രയത്നിച്ചു.